ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഡിവൈൻ്റെ പ്രൊട്ടക്ഷനുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ. അപ്പം ഇവിടെ കാണുന്നത്, ഇവിടുത്തെ എനർജി വന്നേക്കുന്നത്, ഇവിടെ ഒരു ഫാമിലി കാർഡ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് കാണുന്നത് മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡിവൈൻ്റെ പ്രൊട്ടക്ഷനുള്ള ബന്ധമാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ? ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി ചെക്ക് ചെയ്യുമ്പോൾ എംബറർ എന്നുള്ള എനർജിയാണ്. അതായത് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ലീഡർഷിപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഒരു അധികാര സ്ഥാനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി വളരെയധികം പൊസസീവ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ എന്തിനും ഏതിനും കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമായിരിക്കും. ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വളരെയധികം എപ്പോഴും മനസ്സിൽ ഒരു സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഏത് സമയവും ഒന്ന് സന്തോഷിക്കേണ്ട സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി മസിൽ പിടിച്ചിരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അധികമൊന്നും റൊമാൻറ്റിക് ആയിരിക്കേയില്ല നിങ്ങളോട്. അതായത് എപ്പോഴും ഒരു ലൈഫിൽ എപ്പോഴും ഒരു ഈഗോ നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതായത് അവർക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അതുപോലെ തന്നെ എന്ത് തെറ്റ് ചെയ്താലും താനത് സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലുമല്ല. ആ ഒരു എനർജിയാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. മേ ബി ഒരുപാട് കാലമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. മേ ബി വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കൊക്കെ പോയ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിന് പോലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യമൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു പേഴ്സണെ വളരെയധികം ചേസ് ചെയ്ത് പുറകിന് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് വന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി മാറിയതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ആ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. മനസ്സിലായോ? ആദ്യമേയൊക്കെ നിങ്ങൾ ചേസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, കരഞ്ഞുകൊണ്ട് പുറകിന് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും തുടങ്ങാൻ സാധിക്കും എന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സൺ എന്നോട് വന്ന് സോറി പറയട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ലെ ഈ ഒരു പേഴ്സണായിട്ടൊരു കോംപ്രമൈസിന് വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ എത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും തെറ്റ് സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലല്ല. അപ്പം നിങ്ങളോട് വന്ന് സോറി പറയാത്തത് നിങ്ങൾക്ക് സങ്കടവും ഉണ്ടായിരിക്കാം. അല്ല ഈ ഒരു പേഴ്സൺ ഒരു കോംപ്രമൈസിന് വരാത്തത് നിങ്ങൾക്ക് സങ്കടവും ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫാമിലി ലൈഫ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വാക്കുകളാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് മുറിവേൽപ്പിച്ച സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. അപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണൽ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ പാസ്റ്റ് ലൈഫിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. എന്തായാലും നിങ്ങൾ ഒരുപാട് വേദനകൾ സഹിച്ചാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അത് മേ ബി ഈ ഒരു പേഴ്സൻ്റെ ചീറ്റിംഗ് എനർജി തന്നെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഡെവിൽ കാർഡ് കിട്ടിയത്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊന്നും ആ ഒരു പേഴ്സൺ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നു. മേ ബി ഒരുപാട് ആ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. കാരണം എനിക്കൊരു വ്യക്തി ഉണ്ട്, എനിക്കത് മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഒരു ഉറച്ച തീരുമാനം എടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ മൊത്തം ഉള്ള ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ഫാമിലി ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അവരുടെ ലൈഫിൽ ഒരു കർമ്മ നേരിടുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിയനാണ്. എന്തായാലും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് അതൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുന്നതാണ് കാണുന്നത്. മേ ബി ആ ഒരു സിറ്റുവേഷനിലും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാത്ത ഒരു രീതിയിലാണ് കാണുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി വളരെയധികം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരുപാട് സീക്രട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട് ലൈഫിനെ പറ്റിയിട്ട്. ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്തും അത് ചേഞ്ച് ആവുന്നുണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയുടെ. കാരണം ആ ഒരു വ്യക്തിയുടെ മൈൻഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മൂൺ എനർജി കാണിക്കുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി ഒരു സ്റ്റാൻഡ് എടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ മൈൻഡിൽ കൺഫ്യൂഷൻ ഉള്ളതായിട്ടും കാണുന്നു.
അല്ലെങ്കിൽ നല്ലൊരു സമയം വരും, അപ്പം ഞാനൊരു ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഒരുക്കമല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫിലെ ആ ഒരു മനസ്സിലുണ്ടാകുന്ന കൺഫ്യൂഷൻസ്. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സൺ പേടിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ടും ആഗ്രഹിക്കുന്നു. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നോക്കോണ്ട സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ടിയിരിക്കുന്ന കർമ്മയായിരിക്കാം അത്. അപ്പം അതെല്ലാം കിട്ടിയതിന് ശേഷമേ നിങ്ങളുടെ അരികിലേക്ക് വരികയുള്ളൂ എന്തായാലും ആ ഒരു പേഴ്സൺ. പക്ഷേ ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. പക്ഷേ എന്തൊക്കെയോ പേടികൾ ആ ഒരു പേഴ്സണെ പിന്നോട്ട് വലിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള പല വഴികൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അപ്പം അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സും കൂടി നോക്കാം. അവരുടെ സോൾ മെസ്സേജ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്? ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങളെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം എന്നെന്നും നിലനിൽക്കുന്ന റിലേഷൻഷിപ്പ് ഏതാണ്, അല്ലെ എൻ്റെ കൂടെ മരണം വരെയും നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഏതായിരിക്കും, അല്ലെ ഏത് റിലേഷൻഷിപ്പിൽ നിന്നാൽ തനിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ആ ഒരു അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ആ ഒരു ഡിസിഷൻ എന്തെന്നാൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവർ കമ്പയർ ചെയ്ത് നോക്കുകയാണ് നിങ്ങളെയും തേർഡ് പാർട്ടിയെയും. എന്തായാലും ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് എന്നുള്ളത് തന്നെ. അപ്പം ഇപ്പോൾ ആ ഒരു പേഴ്സൺ എല്ലാം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ്. കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ തൻ്റെ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നിങ്ങളാണ് അവരുടെ ലൈഫ് ടൈം കൂടെ കാണുന്നത്. നിങ്ങളും മൊത്തമുള്ള ആ ഒരു ഫാമിലി, കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഫാമിലി ലൈഫാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് എന്ത് വരുത്താനാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. ഒരു പെട്ടെന്നായിരിക്കാം പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സണ് ഒരു സ്വയം ബോധം വന്നതായിട്ട് കാണുന്നു. എല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം പാസ്റ്റിനെ ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല നിങ്ങളെ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നഷ്ടമായതിനെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരാളുടെ എനർജിയാണ്. അപ്പം ആ ഒരു വ്യക്തി എല്ലാം റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്തെന്നാൽ നിങ്ങൾ മൊത്തമുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഉള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എൻഡ് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു. അതാണ് കാണുന്നത്. എന്താണ് യൂണിവേഴ്സിനുള്ള അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്തെന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു പുതിയ ചാപ്റ്ററാണ് തുടങ്ങാനായിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
പാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും പുതിയ നിങ്ങളുടെ സൈക്കിളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത്. എന്തൊക്കെ മാറ്റങ്ങളാണ്, അതായത് പുതിയ സൈക്കിൾ കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങളൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. എന്താണ് യൂണിവേഴ്സ്? ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഫേസ് അവിടെ അവസാനിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കിവിടെ വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്, തന്നെയല്ല നമുക്കിവിടെ ഫുൾ കാർഡ് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പുതിയ ഫേസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത് ഓൾറെഡി എൻഡാണ്. ആ ഒരു സൈക്കിൾ ഓൾറെഡി എൻഡാണ്. അപ്പോൾ ആ ഒരു സൈക്കിൾ എൻഡായ സമയത്ത് ആ ഒരു സൈക്കിളിലെ കാര്യങ്ങളൊന്നും പുതിയ സൈക്കിളിലോട്ട് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. അപ്പം എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ ആ ഒരു സൈക്കിൾ എൻഡായ സമയത്തും നിങ്ങൾ പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം പഴയ കാര്യങ്ങളൊന്നും, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ വിടുക. പുതിയ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇതെല്ലാം പുതിയ എനർജിയാണ് കേട്ടോ. ഏസ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൻസ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫേസ് എൻഡായ സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആയിരിക്കാം ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുന്നത്, നമുക്കിവിടെ ജസ്റ്റിസ് കാർഡും കിട്ടിയെന്ന് അവിടെ സോൾ മെസ്സേജിൽ. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരും. ആ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് അതെന്തായാലും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഏസ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി വരും. നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു പുതിയ ചാപ്റ്റർ ഇനിയും സ്റ്റാർട്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കേട്ടോ.